Dears, welcome back to Eagle Learning. So transfer allotment ഒക്കെ കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ജില്ലയിലും പുതിയ ബാച്ചുകളൊക്കെ അനുവദിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അതേപോലെ ഗവൺമെന്റ് അവരുടെ സൈറ്റിൽ ഓരോ ജില്ലയിലുള്ള മെറിറ്റ് വേക്കൻസി ഇപ്പൊ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മക്കളെ. അതായത് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കൊടുക്കുന്ന കുട്ടികൾക്ക് ജില്ലാതല വേക്കൻസി അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും കാര്യങ്ങൾ അല്ലേ? അപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ് പുതിയ ബാച്ചുകൾ ആരംഭിച്ചതെന്ന് തന്നെ നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങാം. യെസ്, മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ അനുവദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രതിഷേധം നടക്കുന്നതും അതേപോലെ ഏറ്റവും കൂടുതൽ സീറ്റുകൾക്ക് ക്ഷാമമുള്ളതുമായ ഒരു ജില്ല തന്നെയാണ് മലപ്പുറം. 120 ബാച്ചാണ് ടോട്ടലി അനുവദിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ 120 ബാച്ച് അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ട്, കാരണം സയൻസ് ബാച്ചുകൾ മലപ്പുറത്ത് അധികമായിട്ട് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു ഫാക്ട്. അത് ഹ്യൂമാനിറ്റീസ് ബാച്ചും കൊമേഴ്സ് ബാച്ചും 59 ഹ്യൂമാനിറ്റീസ് ബാച്ചുകളും 61 കൊമേഴ്സ് ബാച്ചുകളും. എനിക്കൊന്ന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പല കുട്ടികളും ഹ്യൂമാനിറ്റീസിന് കിട്ടുമെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോ ഇത്രയും ഹ്യൂമാനിറ്റീസ് ബാച്ചുകൾ അധികമായിട്ട് ഗവൺമെന്റ് അവിടെ അനുവദിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം ട്രാൻസ്ഫറിന് കൊടുക്കുന്ന സമയത്ത് മക്കൾ മലപ്പുറം ജില്ല പ്രിഫർ ചെയ്യണമെന്നാണ് അഞ്ജിത മിസ് പറയുന്നത്. റെഡി അല്ലേ? ചെയ്യണമെന്ന് ഞാൻ പറയില്ല, കാരണം 10,000 കുട്ടികളോളം അവിടെ നിൽക്കുന്നുണ്ട് ഇതുവരെ സീറ്റ് ലഭിക്കാതെ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. എന്നാൽ ആ കുട്ടികൾക്ക് ഒരു വലിയ ആശ്വാസം തന്നെയാണിത്. കൊമേഴ്സ് ഹ്യൂമാനിറ്റി ബാച്ച് എയിം ചെയ്യുന്നവർ മലപ്പുറം ജില്ല കൂടി ഒന്ന് എന്ത് ചെയ്യാം, നോക്കി വെക്കാം. അതേപോലെ മറ്റൊരു ജില്ലയാണ് കാസർഗോഡ് ജില്ലയിൽ അധിക ബാച്ചുകൾ അനുവദിച്ചിട്ടുണ്ട് അല്ലെ? കാസർഗോഡ് ജില്ല അധിക ബാച്ച് അനുവദിച്ചത് എന്ന് മാത്രമല്ല ആവശ്യത്തിലധികം സീറ്റുകൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 18 ബാച്ചാണ് കാസർഗോഡ് അനുവദിച്ചത്. എനിക്ക് 13 ബാച്ചുകളുടെ ആവശ്യമേ ഉള്ളൂ. 805 മറ്റോ സീറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ 1028 സീറ്റോളം കാസർഗോഡ് അനുവദിച്ചിട്ടുണ്ട്. കോഴിക്കോട് ബാച്ചുകൾ അനുവദിച്ചിട്ടില്ല. അപ്പൊ കോഴിക്കോട് സീറ്റ് പ്രതിസന്ധിയുള്ള ഒരു ജില്ല തന്നെയാണ്. അപ്പൊ കോഴിക്കോടുള്ള കുട്ടികൾക്ക് അതിൽ വേറൊരു പ്രശ്നമുള്ളത്, കോഴിക്കോടിനേക്കാൾ ഉപരി പാലക്കാട് ജില്ലയിലൊക്കെ ഒരുപാട് സീറ്റ് ആവശ്യമുള്ളുണ്ട്. പക്ഷെ പാലക്കാടും കോഴിക്കോടും സീറ്റ് അനുവദിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കോഴിക്കോടൊക്കെ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. പ്രിഫറൻസ്, പ്രയോറിറ്റി അല്ല ഒരിക്കലും. പ്രയോറിറ്റി നിങ്ങളുടെ ജില്ല തന്നെ കൊടുക്കുക. ബാക്കി ജില്ലകള് ഈ ജില്ലാ ട്രാൻസ്ഫർ പോസിബിൾ ആണ്. ജില്ലാ ട്രാൻസ്ഫർ കൊടുക്കുന്ന സമയത്ത് മക്കൾ ഈ സാധനങ്ങൾ ഓർമ്മിച്ച് വെക്കുക. കാസർഗോഡ് ഒരിച്ചിരി സീറ്റ് അധികമായിട്ട്, അവിടെ 200ഓളം സീറ്റുകൾ അധികമായിട്ട് കാസർഗോഡ് ജില്ലയിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, കാസർഗോഡേക്ക് മെല്ലെ ഒന്ന് നീങ്ങി തുടങ്ങാം അല്ലെ? അതേപോലെ നമ്മളുടെ ഫസ്റ്റ് സപ്ലിമെന്ററിക്ക് ശേഷമുള്ള വേക്കൻസി ലിസ്റ്റ് ഗവൺമെന്റ് അവരുടെ സൈറ്റിൽ ഏറ്റവും പുതുതായിട്ട് വന്ന അപ്ഡേറ്റ് അത് തന്നെയാണ്. അതിനുശേഷം സെക്കൻഡ് സപ്ലിമെന്ററി ആണോ ഫസ്റ്റ് ട്രാൻസ്ഫർ ആണോ എന്നൊന്നും വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഓരോ ജില്ലയിലുമുള്ള മെറിറ്റ് വേക്കൻസി, അതിൽ അഞ്ജിത മിസ് മെറിറ്റ് വേക്കൻസി ആണ് നിങ്ങൾ കാര്യമായിട്ട് നോക്കേണ്ടത്. പക്ഷേ അൺഎയ്ഡഡ് വേക്കൻസി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഫിൽ ആയിരിക്കും. പക്ഷെ അവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ടാവില്ല, ടോട്ടലി അവർ കുറച്ച് സീറ്റുകളൊക്കെ ഉണ്ടാവും. തീരെ സീറ്റ് ഇല്ല എന്നല്ല പറയുന്നത്. അൺഎയ്ഡഡ് സീറ്റ് നിങ്ങൾ കൂടുതൽ എയിം ചെയ്യേണ്ട എന്നാണ് പറയുന്നത് അല്ലേ? അപ്പൊ ട്രിവാൻഡ്രം നോക്കുകയാണെങ്കിൽ 2221 മെറിറ്റ് വേക്കൻസി അവിടെയുണ്ട്. അതേസമയം കൊല്ലം ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ 2744 വേക്കൻസി കൊല്ലം ജില്ലയിലുണ്ട് അല്ലെ? അപ്പൊ പത്തനംതിട്ട നോക്കുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, പത്തനംതിട്ടയിലുള്ള അപ്ലിക്കൻസിന്റെ എണ്ണം കുറവാണ്. ഫസ്റ്റ് സപ്ലിമെന്ററി ആണെങ്കിൽ എനിക്കൊന്ന് ഏകദേശം 700 അത്രയും കുട്ടികൾ മാത്രമാണ് ഫസ്റ്റ് സപ്ലിമെന്ററി. മക്കള് ശ്രദ്ധിക്കേണ്ടത്, അഞ്ജിത മിസ്സിന്റെ നാടായ പത്തനംതിട്ടയിൽ 2753 സീറ്റ് എന്താ വേക്കന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്ലിക്കന്റ് വളരെ കുറവുള്ള. തൃശ്ശൂർ ജില്ലയിലൊക്കെ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ക്ഷാമമുണ്ട്, സീറ്റിന് പ്രതിസന്ധിയുണ്ട്. അപ്പൊ തൃശ്ശൂർക്കാർക്കൊക്കെ ജില്ല മാറ്റി പത്തനംതിട്ടയിലേക്കൊക്കെ ട്രാൻസ്ഫറിന് ശ്രമിക്കാവുന്നതാണ്. മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കണേ. പത്തനംതിട്ട ജില്ല ശ്രദ്ധിക്കുക. കൂടുതൽ നിങ്ങൾ ഈ സീറ്റിന്റെ എണ്ണമല്ല നോക്കേണ്ടത്, അപ്ലിക്കന്റിന്റെ എണ്ണം കൂടി നോക്കണം. അപ്ലിക്കന്റ് കമ്പാരിറ്റീവ്ലി പത്തനംതിട്ട ജില്ലയിൽ കുറവാണ്. മറ്റു ജില്ലകളിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ പോസിബിൾ ആണ്. അതേപോലെ പല ന്യൂസിലും നമ്മൾ കാണുന്നുണ്ട് തെക്കൻ മധ്യ ജില്ലകളിലാണ് സീറ്റ് വേക്കൻസി ഒരുപാടുള്ളത്. അപ്പൊ തെക്കൻ ജില്ലകളിലേക്ക് പ്രിഫർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ. മലബാറിലേക്ക് നീങ്ങുന്ന സമയത്ത് സീറ്റുകൾ അനുവദിച്ചിട്ട് ഉണ്ട് എന്ന് പറയുമ്പോഴും മലപ്പുറം ജില്ലയിൽ 120 സീറ്റൊക്കെ കൊടുത്തു, 120 ബാച്ചൊക്കെ കൊടുത്തു. പക്ഷെ എന്ത് ചെയ്യില്ല, അത്രയും കുട്ടികൾക്ക് ആവശ്യമുണ്ട്. 80,000-ഓളം കുട്ടികളാണ് ഇത്തവണ +1 അഡ്മിഷൻ നേടിയതല്ല, അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്തത്. അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു 10th പാസ്സായി നിൽക്കുന്നത് 80,000-ഓളം സ്റ്റുഡൻസ് ആണ്. അത്രയധികം സ്റ്റുഡൻസ് വന്നതുകൊണ്ട് തന്നെയാണ് അവിടെ ബാച്ചുകൾക്ക് ക്ഷാമം വരുന്നുണ്ട്. അപ്പോൾ ഓരോ വർഷവും ജയിച്ചു വരുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നത്. അതുപോലെ മലപ്പുറം ജില്ലയിൽ കുട്ടികൾ കൂടുതൽ സയൻസ് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷേ സയൻസ് സീറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു പരാതി കുട്ടികൾക്കുണ്ടല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ആലപ്പുഴയിലേക്ക് വരാം. അവിടെ 1777 ആണ് മെറിറ്റ് വേക്കൻസി കാണിക്കുന്നത്.
ദെൻ ഇടുക്കി, കോട്ടയം. കോട്ടയത്തേക്ക് വരുന്ന സമയത്ത് കോട്ടയത്താണ് ആലപ്പുഴയിൽ 2499 സീറ്റ് വേക്കന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആലപ്പുഴ കമ്പാരിറ്റീവ്ലി സീറ്റ് വേക്കന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. 2499 സീറ്റ് വേക്കന്റ് ആണ്. അപ്പം അതിലേക്ക് കോട്ടയത്തേക്ക് വരുന്ന സമയത്ത് 1777 ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇടുക്കിയിൽ 1048, എറണാകുളത്ത് 2813 സീറ്റുകളാണ്. പക്ഷേ എറണാകുളം ജില്ലയിൽ പക്ഷെ അപ്ലിക്കന്റ് കമ്പാരിറ്റീവ്ലി കൂടുതലുള്ള ജില്ലയാണ് എറണാകുളം ജില്ല. അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ല കൂടുതലായിട്ട് എന്ത് ചെയ്യണ്ട, പ്രിഫർ ചെയ്യണ്ട എന്ന് ഞങ്ങൾ പറയുള്ളൂ അല്ലെ. നെക്സ്റ്റ് പ്രിഫർ ചെയ്യേണ്ടത് പറയല്ല, നിങ്ങൾക്കെല്ലാം വെക്കാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വെക്കാത്തൊരു സ്കൂളിലേക്ക് ഒരിക്കലും നിങ്ങളെ കൺസിഡർ ചെയ്യില്ല. അതുകൊണ്ട് എല്ലാം വെക്കുക, പ്രയോറിറ്റി ഓർഡറിൽ തന്നെ വെക്കുക. ദെൻ തൃശ്ശൂരേക്ക് വരികയാണെങ്കിൽ 2195 സീറ്റുകളാണ് ഒഴിവ് വന്ന് കിടക്കുന്നത്. തൃശ്ശൂര് ചെറിയ രീതിയിൽ സീറ്റ് ക്ഷാമം അനുഭവിക്കുന്ന ജില്ല തന്നെയാണ്. ദെൻ നമ്മൾ എപ്പോഴും പറയുന്ന പാലക്കാട് ജില്ല, പാലക്കാട് 1107 അല്ലെ. ഏറ്റവും കൂടുതൽ ഒരുപാട് സീറ്റ് വേണമെന്ന് പറയുന്ന ഒരു ജില്ല 1107 സീറ്റ് മാത്രമേ വേക്കന്റ് ആയിട്ട് കിടക്കുന്നുള്ളൂ. റെഡിയാണ്. അതിനുശേഷം ആക്ച്വലി പാലക്കാട് 73 ബാച്ചുകൾ കൂടി ഉണ്ടെങ്കിലേ പാലക്കാട് ജില്ല ഫില്ലാവുള്ളൂ പറയുന്നത്. 73 ബാച്ച്, ഒരു ബാച്ച് പോലും പുതുതായിട്ട് അവിടെ അനുവദിച്ചിട്ടില്ല എന്നുള്ള ഒരു വിഷമത്തോടു കൂടി നമ്മളത് മനസ്സിലാക്കുകയാണ് അല്ലെ. എന്തൊക്കെ ഗവൺമെന്റ് അതിനേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും, എന്താണെന്ന് അറിയില്ല നമുക്ക്. ഓക്കെ, നെക്സ്റ്റ്. ബാച്ചുകൾ അനുവദിക്കുമ്പോൾ അതിന്റേതായ സൗകര്യങ്ങളും സ്കൂളുകളിൽ വേണം. അപ്പൊ വെറുതെ ഒരുപാട് ബാച്ചുകൾ അനുവദിക്കാനുള്ള ഒരു പരിമിതി കൂടിയുണ്ട്. ഗവൺമെന്റ് മനഃപൂർവ്വം അനുവദിക്കാതിരിക്കായിരിക്കില്ല. ഓരോ ജില്ലയിലും അതിനെന്തുണ്ടാവണം, അതിന്റെ കാര്യങ്ങളൂടി ഓക്കെ ആണെങ്കിൽ മാത്രമേ ബാച്ചുകൾ അനുവദിക്കുള്ളൂ. സയൻസ് ബാച്ചിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ലാബുകൾ, കെമിസ്ട്രി ലാബും ഫിസിക്സ് ലാബും അതേപോലെ ബയോളജിക്കൊക്കെ ലാബുകളുണ്ട്. അപ്പൊ ലാബ് സൗകര്യം ഒക്കെ നല്ല രീതിയിൽ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് സയൻസ് ബാച്ചുകൾ അനുവദിക്കുന്നതിൽ ഒരു മക്കളെ വിചാരിക്കും ഇത്രയും സീറ്റ്, ഇപ്പൊ 120 സീറ്റ് ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ബാച്ച് എന്നോട് മാറി പോകുന്നു. ഓക്കെ, ബാച്ച് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് സയൻസ് കിട്ടിയില്ല എന്ന് വിചാരിക്കും. പക്ഷെ സയൻസ് ബാച്ച് കിട്ടാത്തതിന് കാരണം പ്രാക്ടിക്കൽ ചെയ്യാൻ ഒരുപാട് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. വെറുതെ അനുവദിച്ചിട്ട് കാര്യമില്ല അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ക്വാളിറ്റി നിങ്ങൾക്ക് ഉറപ്പാക്കാൻ വേണ്ടി തന്നെയാണ്. ദെൻ മലപ്പുറം വരികയാണെങ്കിൽ 1170 സീറ്റാണ്. ഇത് കൂടാതെ 120 ബാച്ചുകൾ, 61 കൊമേഴ്സ് ബാച്ചുകളും 59 ഹ്യൂമാനിറ്റീസ് ബാച്ചുകളും അനുവദിച്ചിട്ടുണ്ട്. കോഴിക്കോട് കാര്യം പറഞ്ഞില്ല. കോഴിക്കോട് 1068 സീറ്റാണ് വേക്കന്റ് ആയിട്ടുള്ളത്. 37 ബാച്ച് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കോഴിക്കോടിന്റെ ആവശ്യം നിറവേറ്റുള്ളൂ എന്നുള്ള കാര്യം ഒന്നുകൂടി ഓർമ്മിക്കാം. ഞാൻ കോഴിക്കോടുകാരനായതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു, 37 ബാച്ച് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കോഴിക്കോട് ഫിൽ ആവുള്ളൂ. പക്ഷേ 1068 സീറ്റ് മാത്രമേ വേക്കന്റ് ആയിട്ടുള്ളൂ. ഇനി വയനാട് ജില്ലയാണ്. വയനാട്ടിൽ വെറും 570 സീറ്റുകൾ മാത്രമാണ്. പക്ഷെ അവിടെയും ചെറിയ രീതിയിൽ പറയാൻ പറ്റും. അവിടെ അപ്ലിക്കൻസിന്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കോഴിക്കോട് മലപ്പുറം വെച്ച് നോക്കുമ്പോൾ കുറവാണ്. എന്നാലും ചെറിയ രീതിയിൽ സീറ്റ് ക്ഷാമം തന്നെയുണ്ട്. ദെൻ കണ്ണൂരും കാസർഗോഡും കണ്ണൂരും സീറ്റ് ആവശ്യം. 1402 സീറ്റ് കണ്ണൂരുണ്ട്. 995 സീറ്റ് കാസർഗോഡുണ്ട്. പക്ഷേ കാസർഗോഡുകാർ പേടിക്കണ്ട, കാസർഗോഡിന്റെ സീറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഓൾറെഡി സീറ്റ് വേക്കന്റ് ആണ്. ബാച്ചുകളാണ് അധികമായിട്ട് അനുവദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ സേഫ് സോണിൽ തന്നെയാണ്. അതായത് ഏകദേശം 800-ലധികം സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ആയിരിക്കുമല്ലോ. ഇപ്പൊ 1080 സീറ്റ് നിങ്ങൾക്ക് വേക്കന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. കാസർഗോഡുകാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ട് അപ്ലൈ ചെയ്തു അല്ലേ. അതേപോലെ ചില കുട്ടികൾ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ബാച്ചുകളിൽ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നമ്മളൊന്ന് ഡേറ്റ് കാണിക്കുകയാണ്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയാൽ മതി. ഓരോ ജില്ലയിലും എത്ര സയൻസ് സീറ്റുകളാണ്, ഹ്യൂമാനിറ്റീസ് ആണ്, കൊമേഴ്സ് ആണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹ്യൂമാനിറ്റീസിന്റെയും കൊമേഴ്സിന്റെയും ഒക്കെ 3 ഇരട്ടി സീറ്റുകളാണ് ഓരോ ജില്ലയിലും സയൻസിനുള്ളത്. 14,153 സീറ്റുകൾ സയൻസിനുണ്ട്. മെറിറ്റ് സീറ്റിൽ ട്രിവാൻഡ്രത്ത് മാത്രമുണ്ട്. അതിൽ 1/3 മാത്രമേ ഹ്യൂമാനിറ്റീസിനും കൊമേഴ്സിനുള്ളൂ. നമ്മൾ മുഴുവൻ ജില്ലകൾ നോക്കുകയാണെങ്കിൽ 1,46,280 സയൻസ് സീറ്റുകളും 69,972 ഹ്യൂമാനിറ്റീസ് സീറ്റുകളും 89,963 കൊമേഴ്സ് സീറ്റുകളുമാണുള്ളത്. ഇത് കൂടാതെ ഹ്യൂമാനിറ്റീസും കൊമേഴ്സ് ഒക്കെ ആയിട്ട് അധിക ബാച്ചുകളും വന്നിട്ടുണ്ട്. സോ ഇനി വരേണ്ടത് സെക്കൻഡ് സപ്ലിമെന്ററി ആണോ ഫസ്റ്റ് ട്രാൻസ്ഫർ ആണോ എന്നുള്ള ഡേറ്റ് ആണ്. പെട്ടെന്ന് തന്നെ വരും. ഒരുപാട് സമയമില്ലാതെ പെട്ടെന്ന് തന്നെ വരും. ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾ ടെൻസ്ഡ് ആണെന്ന് അറിയാം. സോ ടെൻഷൻ അടിക്കണ്ട അല്ലേ. കാത്തിരുന്നോളൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ നിങ്ങൾ എന്നാണോ അത് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ തന്നെ ഒരു 2-3 ദിവസത്തിനകം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന മക്കള് ഈ അപ്ഡേറ്റ്സ് ഒക്കെ ഉടനടി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്. ഞാൻ നിരന്തരം പറയുന്നായിരുന്നു, അഞ്ജിത മിസ് പറഞ്ഞു, ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയി നിങ്ങളിലേക്ക് നിങ്ങൾക്ക് അറിയിക്കാം.
അതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് മക്കൾ അറിയണം എത്ര സീറ്റ് വേക്കന്റ് ആണ്. അല്ലെങ്കിൽ ഫസ്റ്റ് സപ്ലിമെന്ററിക്കൊക്കെ 2 ദിവസമൊക്കെയാണ് ഗവൺമെന്റ് അലോട്ട് ചെയ്തത് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ. അത്രയും സമയം നിങ്ങൾക്ക് കിട്ടും. സ്പോട്ട് അഡ്മിഷൻ എനിക്ക് തോന്നുന്നു 24 hours ആണ്. അങ്ങനെ അത്ര കുറഞ്ഞ സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളെ കയ്യിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എയ്ഗൺ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എയ്ഗണിലൂടെ എല്ലാ വിവരങ്ങളും നിങ്ങളിലേക്ക് ഞങ്ങൾ ആദ്യം തന്നെ എത്തിക്കുന്നതായിരിക്കും. ദെൻ അഡ്മിഷൻ കാത്തിരിക്കുന്ന കുട്ടികൾക്ക് ഈ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുക. അവർക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് എല്ലാവർക്കും ഷെയർ ഒന്നും ചെയ്യേണ്ട. അഡ്മിഷൻ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ കാത്തിരിക്കുന്ന കുട്ടികൾക്ക് ഇത് ഷെയർ ചെയ്യുക. ആൻഡ് മാക്സിമം ഷെയർ ചെയ്തോ, മാക്സിമം ഷെയർ ചെയ്ത് സെറ്റ് ആക്കി വെക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഓക്കെ അല്ലേ? റെഡി? കാണാം. ബൈ.